ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് ഞാൻ പറയണ്ടല്ലോ. ടൈറ്റിൽ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് പൊതിയാക്കി തിരിഞ്ഞിട്ടുണ്ടാവും. തൃക്കരിപ്പൂർ സ്റ്റൈലിലുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ അതെന്ന് തന്നെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇത് കാണുന്ന ഏതെങ്കിലും ഒരു തൃക്കരിപ്പൂരിൽ ഒരാൾ നമ്മ ഇങ്ങനെയൊന്നുമല്ലപ്പ പറയൽ, നമ്മ ഇങ്ങനെ പറയേ ഇല്ലപ്പ എന്നാന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പറ്റിയല്ലപ്പ നമ്മ ഈ പറയുന്നത്. അതുപോലെ തന്നെ നമ്മ ഇങ്ങനെയൊന്നും അല്ല എല്ലാവരോടും പറയൽ. പക്ഷെ നമ്മളെ തൃക്കരിപ്പൂരിൽ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നാലാൾ കൂടുമ്പോൾ നമ്മളെ ചങ്ങായിമാരിൽ ഈ അതേ സ്റ്റൈൽ തന്നെയാണെന്ന് പറയൽ. പിന്നെ ചില ആളെല്ലാം ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്കല്ല കേട്ടോ. ഒന്ന് ദുബൈയിലെല്ലാം പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ദുബൈയിൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിലും, ഗൾഫിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദുബൈയിൽ നിന്നാന്ന് പറയുന്നത്. ഒന്ന് പ്ലെയിനിലെല്ലാം കയറിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്കും, കുറച്ച് സാഹിത്യമെല്ലാം കൂട്ടിയിട്ട്. പക്ഷെ എന്നാലും ചെറവറ മലയാളം പറയുമ്പോൾ നമ്മളെ നാടൻ സ്റ്റൈലുണ്ടെങ്കിൽ വന്ന് പോകലുണ്ട്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കുറച്ച് കഥയാണ് ഞാൻ ഈ കാണിക്കുന്നത്. കഥയെന്ന് പറഞ്ഞാൽ വ്ളോഗാകുമ്പോൾ പിന്നെ ഇതിൽ അപ്പം ഉണ്ടാക്കുന്നതും കാണിക്കും, പുള്ള കളിക്കുന്നതും കാണിക്കും, പുരക്കില്ല കഥയും കാണിക്കും. അവിടെ പിന്നെ എല്ലാവർക്കും കുറച്ച് കാണാൻ പാങ്ങുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊന്നും കുറച്ചും കൂടി ഇഷ്ടം. ഒരു വെള്ളിയാഴ്ച നട്ടുച്ചര കഥയാണ് ഈ കാണുന്നത്. ഇതാ ഒരാളിവിടെ കോഴി എടുത്തിട്ട് അതിനോട് യുദ്ധം ചെയ്യുന്നത്, നല്ല അളവെടുത്തിട്ട് മുറിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആട് ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് കുച്ചിലേക്ക് കയറിയിട്ടായില്ലത്. അമ്മ ഇപ്പം രണ്ടാൾ കുറച്ച് ദിവസമായി ഇപ്പോൾ രാത്രി അങ്ങനെ തിന്നാത്തത്. ഇപ്പോൾ പിള്ളേർക്ക് മാത്രമേ എന്തെങ്കിലും തിന്നാനാക്കില്ലൂ. അപ്പോൾ വെള്ളിയാഴ്ച അതുകൊണ്ട് കുറച്ച് കനത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് നിങ്ങളൊരു സങ്കടം പറയാനില്ലെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോക്കൊന്നും ഇപ്പോൾ തീരെ വ്യൂ ഇല്ല. എന്ത് നാമോ അങ്ങനെ. പിന്നെ 2-3 ദിവസമായി നമ്മളൊരു ചങ്ങായും പറയുന്നത് ഇപ്പോൾ ഓക്ക് നോട്ടിഫിക്കേഷനൊന്നും അങ്ങനെ കിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ കിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നോക്കട്ടെ എന്തെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഇനി എന്തെല്ലാം മാറ്റം വരുത്തേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയാം. കാരണം നിങ്ങളല്ല നമ്മൾ ഇടം വരെ എത്തിച്ചത്. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബറായിട്ട് അപ്പോൾ അത്രയും നമുക്ക് വ്യൂ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സങ്കടം തന്നെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ആശ. അപ്പോൾ ചായരകടി എന്തെന്നാന്ന് വെച്ചാൽ പറയാം. വ്ളോഗ് വേണമെങ്കിൽ വ്ളോഗ്, അപ്പോൾ ഈ വർത്താനം വേണമെങ്കിൽ ഈ വർത്താനം, അല്ലെങ്കിൽ സാധാരണ പറയേണ്ട പോലെ സാധാരണ പറയാം. അപ്പോൾ എന്തെന്നാന്ന് മാറ്റം ചാനലിൽ വരുത്തേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അഭിപ്രായം പറയണം. കാരണം നിങ്ങളാണിത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഇടവരെ എത്തിച്ചത്. അപ്പം നിങ്ങൾ തന്നെ അങ്ങോട്ട് കൂടെയും വേണൻ്റെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കോഴി മുറിക്കലും കഴിഞ്ഞ് ഇതാ തൈരെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചന്ന് ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ഒരു പുറത്തെ ഇങ്ങനത്തെ പണിയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ കോണാന്ന്. പിന്നെ നമ്മളെ പോലെയല്ലല്ലോ, ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മട്ടത്തിലും മാതിരിയിലും മാത്രമേ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിശ്വസിച്ചിട്ട് കൈമ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പാകത്തിന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളെപ്പോലെ ഇടുപിടിയൊന്നും ആവില്ല. നേരത്തെ ഒരു 2 മണിക്കൂർ മുന്നേ കൊടുക്കണം എന്നില്ല, എന്നാലെല്ലാം കിട്ടുകയും ചെയ്യും. ഇതാ മോനെല്ലാം എന്തോ കഥ കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണുന്നു ഉപ്പ ചെയ്യുന്നത്. എൻ്റെ മസാലയിൽ ഇതാ ഒരു പുറത്തെ നല്ലോണം വെന്ത് പാകമായിട്ട് വരുന്നുണ്ട് ഉടഞ്ഞിട്ട്. അപ്പോൾ നമ്മ ഇതാ ഒരടുപ്പും ചെയ്ത് അങ്ങനെ എല്ലാം 4 ഭാഗത്തെ ആക്കിയിട്ട് ചടപട ആക്കലാണ് നമ്മളെ പണി. 4 ഭാഗത്ത് 4 കണ്ണ് വായിച്ചിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ നമ്മളെ കൊണ്ടേ പറ്റുകയും ചെയ്യും. ഇവിടെ കോഴി പൊരിച്ചാക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പെരക്കിയെന്ന് ഞാൻ കുറച്ച് തൈര് ഇട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കുഴപ്പം നാരങ്ങ പിഴിഞ്ഞിട്ടിട്ടാൽ തന്നെ നല്ല പാങ്ങാന്ന് കോഴി പൊരിച്ചതിൽ. പിന്നെ വെള്ളം കോരി തേവൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഇട്ടിച്ചാൽ മതി. പിന്നെ കോഴിയിലെ വെള്ളം തന്നെ കീയും ചെയ്യും. നമ്മണ്ടി പെരക്കിയിട്ട് അതൊരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇതിൽ കാണിക്കുന്നത് നിങ്ങൾക്കറിയാത്തൊരു ഭക്ഷണമോ അറിയാത്ത കോപ്പൊന്നും അല്ല. ഞാനിന്ന് നമ്മളെ നാടൻ ഭാഷയിൽ പറയുന്നതിലും. അപ്പോൾ ഇതിലിപ്പം കാര്യമായിട്ട് റെസിപ്പി എന്ന് പറയാനൊന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നൊന്നുമില്ല. അപ്പോൾ ഇതാ മട്ടൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ തന്നെ ഒഴിഞ്ഞ അടുപ്പുമ്പിലേക്ക് ഞാൻ ചോറ്റിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് പറയുന്നത് മട്ടൻ ബിരിയാണിയാണ്. പിന്നെ ചെമ്മീൻ ബിരിയാണി നല്ല ഇഷ്ടമാണ്, നല്ല മണവും നല്ല രസമല്ലേ. ചിലയാൾക്ക് ഈ മട്ടൻ്റെ മണം പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മട്ടൻ ബിരിയാണി തിന്നാത്ത ആളും ഉണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ. നമ്മളെടുക്കുന്നില്ല, എല്ലാവരും തിന്നലുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലും പോത്തും മാടലും തിന്നാത്തവർ വളരെ കുറവായിരിക്കും. കാരണം എല്ലാ തക്കാരത്തിനും എല്ലാ പുതിയാപ്പിളിൻ്റെ പരിപാടിക്കെല്ലാം ഇത് തന്നെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്, ബീഫും മട്ടനും. പിന്നെ തൃക്കരിപ്പൂരാറൊരു ബീഫിൻ്റെ ഒരു സ്റ്റൈൽ വേറെ തന്നെയാണ്. ഇപ്പോൾ ആ രുചിയും മണവും പാങ്ങും. പ്രത്യേകിച്ച് ദുബൈയിലെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് തിന്നുന്നുണ്ടെങ്കിൽ ആ നെയ്പ്പത്തിൽ ഇറച്ചും അതിൻ്റെ ഒന്നൊരു രസം പിന്നെ പറഞ്ഞാലും മതിയാവില്ല. ആ ബീഫ് അങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചിട്ടും ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ പോയൊരു വീഡിയോയിൽ. നല്ല ഉരുളിയിലെല്ലാം ഇളക്കി നല്ല മട്ടത്തിലാക്കുന്നത്. എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ മാന്നാൾ കണ്ടോ. ഈ കോഴി ഞാൻ നേരത്തെ പെരക്കിയിട്ട് വെക്കുമ്പോൾ അതിൽ വെള്ളുള്ളി ഇഞ്ചി ചേർക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ എന്താക്കുന്നത്, ഇപ്പം നെയ്യ് നല്ലോണം ചൂടായാലും കുറച്ച് വെള്ളുള്ളി ഇഞ്ചി നല്ലോണം കുഞ്ചിട്ടിട്ടിലേക്ക് പൊള്ളുന്ന നെയ്യിലേക്ക് പിന്നെ കുറച്ച് കരിയാമ്പൂ ഇട്ടാൽ അതിൻ്റെ മണം നല്ലോണം പിടിച്ച് നെയ്ക്ക്. പിന്നെയാണ് ഈ കോഴി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അന്നേരം അതിൻ്റെ ഒരു വേറെ തന്നെ ഒരു മണം പിടിക്കും. അങ്ങനെ നിങ്ങായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആദ്യം വെള്ളുള്ളി ഇഞ്ചിയും കുഞ്ചി ഇട്ട് കൊടുക്കാം. നിങ്ങൾ നനക്കുന്നുണ്ട് ആരിക്കോളി പൊരിച്ച് കോരുന്നത് ആകെ 3-4 ആളെല്ലാം ഇല്ലോന്ന്. വെള്ളിയാഴ്ചയുടെ കഥ പറയുന്നത് എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കട്ടെ. ഏകദേശം ദുബൈക്കാരുടെ അവസ്ഥ രാവിലെ കത്തലും ഉണ്ടാവില്ല, ചായയും കടിയും ഒന്നും ഉണ്ടാവില്ല. ഒരു 12 മണിയാകുമ്പോൾ അന്ന് എല്ലാവരും
നല്ല ഉണർവിൽ വരൽ, നേരെ നല്ല കനത്തിൽ കിട്ടുകയും വേണം. പിന്നെ വൈകുന്നേരം ഒരു ചായ ആയെങ്കിലായി. ഇതാ എല്ലാം നേരത്തിയിട്ടുണ്ട്. ഇവിടെ ചോറിന് ചോറ്, പൊരിച്ചതിന് പൊരിച്ചത്, ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ്, അൽഹംദുലില്ലാ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതന്നെയാണ് രാത്രിയേക്ക് നല്ല വട്ടത്തിലാക്കിയിട്ടുണ്ട്. രാത്രി പിള്ളേർക്ക് മാത്രമേ വേണ്ടൂ, പിന്നെ നമ്മൾ രാത്രി അങ്ങനെ കഴിക്കലും ഇല്ല. അപ്പോൾ ഉച്ചക്ക് ഒന്നൊന്ന് റെഡി അടിക്കോട്ടാ. ആട് ബിരിയാണി ആണെങ്കിൽ ദമ്മിടുമ്പോൾ ഞാൻ മഞ്ഞപ്പൊടി കലക്കി ഒഴിക്കൂല കേട്ടോ. അതിങ്ങനെ ബിളിബിളെ വെളുത്തിട്ട് കാണാൻ തന്നെയാണ് നല്ല പാങ്ങ്. പിന്നെ ചോറ് വേറെ കാസയിലൊന്നും കോരുത്തല്ല, ചോറാക്കിയ പാത്രം അങ്ങനെ എടുത്തിട്ട് മേശമ്മ കൊണ്ടേക്കൽ തന്നെ. ചോറ് കഴിഞ്ഞ പാട് ഞാനൊരു നാരങ്ങ സോഡ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നാരങ്ങ വീണിട്ട് വയ്ക്കുകയെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ട് അപ്പുറത്ത് തന്നെ അയലോതിയിൽ പേർക്കൊരു പാർട്ടി ഉണ്ടായിട്ട്. അപ്പോൾ അവിടെ പോയാൽ എൻ്റെ ചങ്ങായി എനിക്ക് ആദ്യം തന്നത് ഒരു ലൈം സോഡയാണ്. അത് കുടിച്ച് പിന്നെ എന്തെന്ന് അറിയില്ല, ലൈം സോഡ കുടിക്കാൻ ഭയങ്കര ഒരു ബെറി. ഇപ്പം ഞാൻ സോഡ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിനി 2 ദിവസം മുന്നേ. കൊറോണ ആയതുകൊണ്ട് തണുത്താൽ അവോയ്ഡ് ചെയ്യാൻ പറയും. പക്ഷേ ഇവിടെ എന്തെന്നറിയില്ല, മരണ ചൂടായതുകൊണ്ട് തണുത്ത അത്യാവശ്യം കുടിക്കലും ഉണ്ട്. പിന്നെ ഒന്ന് കിടന്ന് നീച്ചിട്ട് ബയ്യനായത് പായസമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ബെനയില്ല പായസമൊന്നുമല്ല, ഇങ്ങനെ മിക്സ് വാങ്ങിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കില്ല. ഇത് ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ തന്നത്. അപ്പോൾ പാല് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ തന്നെ പഞ്ചസാരയും അണ്ടിപ്പരിപ്പും അതിന് വേണ്ട എല്ലാ സാധനവും വരുന്നത്. അടപ്പായസമാണിത്. നല്ല രസമുള്ളൊരു പായസമാണ്. ഒരിക്കൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെയും വേണമെന്ന് പറയും, ഉറപ്പാണ്. തിളക്കുന്ന പാലിലേക്ക് ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൊട്ട കൊണ്ടുവന്നിട്ട് 2-3 ദിവസം ഇപ്പോൾ മോനിങ്ങനെ പട കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്കുന്നു പറഞ്ഞിട്ട് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതാ ഞാനിപ്പം ഗിന്നി. പിന്നെ ഇനി വലിയ പണിയും ഇല്ലല്ലോ. എല്ലാം റെഡിയായി. നമുക്ക് തീമൊന്ന് കീക്കാൻ പോകുമ്പോൾ ഇതിലേക്ക് കുറച്ചൊരു ചെറിയ സ്പൂൺ പോലെ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നല്ല പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കും. പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇന്നാട്ടിലില്ല, ഖത്തറിലില്ല ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോട്ടെ. നല്ല ടേസ്റ്റും പാങ്ങൂലൊരു പായസമാണ്. പിന്നെ ബാച്ചിലർക്കിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. വലിയ ബെനയൊന്നുമില്ല, അറിയാമല്ലോ. ഇതാ ബ്രാഹ്മിൻസിൻ്റെ ഇങ്ങനെ ഒരു മഞ്ഞ കൊട്ടയിലാണ് വരുന്നത്. പാലട പായസം എന്ന് പറഞ്ഞിട്ട് പായസം മിക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ആക്കിയിട്ട് എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ ഒരു ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു മത്ത് പിടിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് പായസം ആർക്കും വേണ്ടാത്തല്ലേ. ഇതും പാടൊന്നുമില്ല, 4 ആൾക്ക് ഒരു 1/2 ഗ്ലാസ് പോലെ വരുന്നില്ലോ, ഒരു രസത്തിന് അത്രയെല്ലാം വേണ്ടൂ. അങ്ങനെ അൽഹംദുലില്ലാ പായസവും നല്ല മനാരത്തിൽ കുടിച്ച് പിള്ളേർപ്പര കുറേ കളിക്കലും ചിത്രം. പിന്നെ ഇതാ ഉച്ചയിലേക്ക് ആദ്യമേ വന്നിട്ടായുള്ളത്. 2 ദിവസം മുന്നേ ഞാൻ ഉരിച്ചിട്ട് ഉടച്ച തേങ്ങയാണ്. അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടാണ് ഉണ്ടായിന്. 2 പുളപ്പാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എന്താ നല്ല പാങ്ങിൽ ചിരട്ടയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പൂണ്ടെടുത്തിട്ടായില്ല. അപ്പോൾ കാണുന്നില്ലേ, വെള്ളം മാത്രമേ ഇല്ല, എൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് ചിരണ്ടി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കറുത്ത നിറവിലെ ഭാഗമെല്ലാം ഇതിനെ കൊണ്ട് എനിക്ക് ആക്കേണ്ടതെന്ന് വെച്ചാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ തേങ്ങപ്പൊടി. സാധാരണ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പീടിയിൽ നിന്ന് വില കൊടുത്തിട്ട് വാങ്ങലാന്ന്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുണങ്ങിയ തേങ്ങയുടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പേർക്കന്നെ ആക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂണ്ട തേങ്ങ ഇതാ ചെറിയ കണ്ടാക്കിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അധികം ഈ അറബിക് സ്വീറ്റ്സിനെല്ലാം കാണല് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതെന്തോ വലിയ സംഭവം എന്നല്ല നിലക്കാൻ എല്ലാവരും പൈസ കൊടുത്തിട്ട് വാങ്ങും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, നല്ല ഉണങ്ങിയ തേങ്ങ എടുക്കുക, അതിൻ്റെ ബേക്കിൽ നല്ലോണം ചിരണ്ടി കൊടുക്കുക, കറുത്തെല്ലാം കളയുക. കാരണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ കാണില്ല, നല്ല വെളുത്ത നിറത്തിലാണ്. അപ്പോൾ ആ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ണം ആക്കിയിട്ട് എടുക്കുക. ജ്യൂസിൻ്റെ പൊടിക്കുന്നതിലിടിച്ച് നല്ലോണം പൊടിച്ചിട്ടെടുക്കുക. എന്നിട്ട് എന്താക്കണം എന്നറിയാം, ഇതേപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ തേങ്ങപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യൊന്നും ഒഴിക്കണ്ട, ബെറുങ്ങനെയും കിട്ടാൽ മതി. എന്നിട്ട് ഇതാ മരത്തിൻ്റെ ചട്ടുവനോട് ഇങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3-4 മിനിറ്റ് മതി. അങ്ങനെ നേരെ തീരിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറം മാറാൻ പാടില്ല, പിന്നെ കരിച്ചിട്ടങ്ങ് എടുക്കാൻ പാടില്ല. അവിടെ തന്നെ നിൽക്കണം. വല്ല വാട്സപ്പായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പണി അങ്ങ് തീരും. അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് കൈവെക്കാണ്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് അതിങ്ങോട്ട് എടുക്കുക. നല്ലോണം ഉണക്കിയിട്ട് അതിലെ വെള്ളമെല്ലാം കുറച്ചും കൂടി പറ്റിയിട്ടുണ്ടാകും. എന്നിട്ട് എന്താക്കാം, ഒന്നും കൂടി നല്ലോണം പൊടിച്ചിട്ടെടുക്കുക. കണ്ടില്ലേ, ഇതാണ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത്. ഇതിനാണ് വില കൊടുത്തിട്ട് വാങ്ങുന്നത്. അപ്പോൾ ഇതാ കൈമെടുത്തിട്ട് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ സാധനമുള്ളത് നമുക്ക് കിട്ടൽ. ഇപ്പോൾ ലോക്ക്ഡൗൺ എല്ലാവരും എല്ലാവർക്കും മിനിറ്റിന് പീടിയിലൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ ആർക്കും ഒരു കോണായിക്കോട്ട് വിചാരിച്ചിട്ട് ഇതിട്ടത്. പിന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം നല്ല പൊരി വെയിലായതുകൊണ്ട് തന്നെ വൈകുന്നേരം കുറേ ബൈദാലേക്ക് കീയല്ലു. ഇപ്പോൾ മരി വാങ്ങി കൊടുക്കുന്നതിന് കുറച്ച് മുന്നേറ്റേ കീയല്ലു. അപ്പോൾ ഇന്ന് ഈ മൊയലിൻ്റെ ഹൗസ് ടൂർ തന്നെ ആയിക്കോട്ടെ. 4 കൊത്തിട്ടില്ല കൂടാൻ നല്ല അടിപൊളി കൂടന്നെ. ഇത് കണ്ടില്ലേ, ബായിലും. പിന്നെ നേരത്തെ കണ്ടിട്ടില്ലേ, ഇതിൻ്റെ കാല് കുറച്ച് പൊന്തിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലത്തങ്ങനെ നല്ലോണം മുട്ടിയിട്ടല്ല ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതാ മരം വെച്ച് കൊടുത്തിട്ട് ചെരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ അത് കയറിക്കോളും. പിന്നെ നല്ല പൊരി വെയിലും ചൂടാന്ന് ഇടയില്ല. അതുകൊണ്ട് തന്നെ ഇതാ ഇതിൻ്റെ കൂട്ടിയിട്ടുള്ള എക്സോസ്റ്റ് ഫാനെല്ലാം വെച്ചിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നല്ല നീളത്തിൽ നീട്ടി ആടാൻ വേണ്ടിയിട്ട് ഇവിടെ ഊഞ്ഞാലുണ്ട്.
ഇതാ കണ്ടില്ലേ മുകളിൽ നല്ല ഇരുമ്പിൻ്റെ കമ്പിയിലായതുകൊണ്ട് തന്നെ എത്ര വില്ലാക്കും ആടെ വില്ലാളും ആടലും ടീമെന്ന് ഇങ്ങനെയല്ല ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം മുറ്റത്തേക്ക് ചെയ്യാൻ തന്നെ നല്ലൊരു മൂഡാണ്. നല്ലൊരു ചൂട് കുറവുമായിരിക്കും. പിന്നെ ഇതാ പിള്ളേരെല്ലാം 4 ഭാഗത്ത് കളിക്കുന്നുണ്ടാവും, ഊഞ്ഞാലാടലും മുയലിനെ കാണലും. അപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പം പുതിയ വീട് മാറിയ ശേഷം കിട്ടിയിട്ടില്ല. മൈരുവാൻ കൊടുക്കാനായിട്ടുണ്ട് ഏകദേശത്തിന്. ഇത് കണ്ടില്ലേ, ഇപ്പം വളരെ അപൂർവമായിട്ട് കാണുന്നൊരു കാഴ്ചയായത് മുകളിലെ പ്ലെയിൻ പോകുന്നത്. പിന്നെ ഏകദേശം ഒരു 9 മണിയെല്ലാം കഴിഞ്ഞാലുള്ള പരിപാടിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടില്ലും. അപ്പോൾ കൊറോണയെല്ലാം ആയതുകൊണ്ട് എല്ലാവരും പറയുന്നത് തന്നെ കേട്ടിട്ടില്ലേ, ഫുഡും ഇമ്മ്യൂൺ സിസ്റ്റവും അതുപോലെ തന്നെ നല്ല എക്സസൈസും വേണം. അപ്പോൾ നമ്മൾ ഏതായാലും തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ 3-4 ദിവസമായിട്ട് തുടങ്ങിയിട്ടേ ഇല്ലത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ പോട്ടെന്ന് വിചാരിക്കുന്നു. നടക്കാനിങ്ങനെ നല്ലൊരു സ്ഥലം കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതങ്ങനെ ആളും പടയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് നമുക്ക് നടക്കാം. പിന്നെ അധികം വണ്ടിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതാ നടക്കുന്ന വഴിക്കുള്ള കാഴ്ചയാണിത്. ചെറിയൊരു ഈത്തപ്പഴത്തിൻ്റെ മരം കുലച്ചിട്ടുണ്ട്. നല്ല പച്ച ഈത്തപ്പഴമുണ്ട്. വല്ല CCTV ഉണ്ടോ എന്ന് അറിയില്ല, ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറിച്ചിട്ടൊന്നുമില്ല, നിങ്ങളെ കാണിച്ചതേ ഇല്ല. ഇത് ഈത്തപ്പഴം പോക്കുന്ന കാലമാണ്, നല്ല സീസണും. ഇപ്പോൾ ഒരു വെയിലത്ത് വേണം ഈത്തപ്പഴം പോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.